നേതാക്കളെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലാണ് ഈ വാർത്തകളൊക്കെ വരുന്നതിന് പിന്നിൽ പാർട്ടിയിലെ ആളുകൾ തന്നെ ഉണ്ടോ? ശരി, അതെനിക്കറിയില്ല. അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരമുണ്ട്, ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICCക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ KPCC പ്രസിഡന്റ്, ഈവൻ മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ അതിനൊന്നും ക്ഷണിക്കാൻ പോകുന്നുമില്ല. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ 6, 7, 8 വയസ്സ് മുതൽ ഞാൻ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റ് ഇപ്പോഴും തുടരും. ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്, പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. എൻ്റെ ലക്ഷ്യം, എൻ്റെ ടാർഗറ്റ് അതാണ്. അതിനപ്പുറത്ത് എനിക്കൊരു ടാർഗറ്റ് ഒന്നുമില്ല. ഒരു വാക്കേറ്റവും നടന്നിട്ടില്ല. ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ചാൽ നിങ്ങളെ വൃത്തി പണിയെടുക്കാൻ അത് വാക്കാ. ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതെന്നാ തെറ്റ്? ഒറ്റക്ക് തീരുമാനിക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ? അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. മാനമായ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല, ആ മീറ്റിംഗിൽ ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാ തോന്നിയെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോ? അതിൻ്റെ അകത്ത് ഈ 62 സീറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനം പാർട്ടിയിലുണ്ടോ? 62 സീറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നൊരു തീരുമാനം ഉണ്ടോ ശരിക്കും? അത് അങ്ങനെ എണ്ണിയിട്ടില്ലേ. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ട് വെച്ചുകൊണ്ടും പാർട്ടി സംഘടനയുടെ ശക്തിയും കരുത്തും വെച്ചുകൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയാണ്. അത് വരുന്നേ ഉള്ളൂ. ഒരു വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഇറ്റ് വിൽ കം ഔട്ട്. സ്ഥാനാർത്ഥികളും ഏതാണ്ട് ധാരണയായിട്ടുണ്ടോ? സ്ഥാനാർത്ഥികളെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റി ചർച്ച ചെയ്യും. നിങ്ങൾക്കറിയാലോ കോൺഗ്രസിൻ്റെ നമ്മളിങ്ങനെ ഒറ്റക്കൊറ്റക്ക് KPCC പ്രസിഡന്റാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക? അല്ലല്ലോ, അതിന് ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയെ നിശ്ചയിക്കുക സ്ഥാനാർത്ഥിയെ. ഒരു താല്പര്യവുമില്ല അതിന്. എനിക്ക് ആവശ്യമില്ല. അതിൻ്റെ പിറകെ ഞാൻ ഇല്ല. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. KPCC പ്രസിഡന്റായിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല. ഞാൻ ജനമനസ്സിലുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ മുമ്പിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം. നിങ്ങൾക്ക് എന്നെ കാണുമെന്ന് തോന്നുന്നുണ്ടോ? ആ, അപ്പൊ അതൊന്ന് പത്രത്തിൽ എഴുതിയാട്ടെ. ഈ സംയുക്ത വാർത്താ സമ്മേളനം അടുത്ത ദിവസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഈ സംയുക്ത വാർത്താ സമ്മേളനം ഇനി അടുത്തൊരു ദിവസം ഉണ്ടാവാനുള്ള സാധ്യത? ഏത് സംയുക്ത വാർത്ത? അല്ല, അതിനിപ്പം ഈ ഇദ്ദേഹം പുറത്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം വടക്കേരിക്കേണ്ട മീറ്റിംഗ് ആണ്. ആരെ മാറ്റാനാ ഉദ്ദേശിക്കുന്നു? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കകത്ത്. അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിനാരും എതിരല്ല. അതിൻ്റെ ന്യായാന്യായതകൾ നോക്കി യുക്തമായ തീരുമാനം, വ്യക്തിസഹമായ തീരുമാനം AICCക്ക് എടുക്കാം. ഈ KPCC പ്രസിഡന്റ് സ്ഥാനം മാറുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാറേണ്ട സാഹചര്യമുണ്ട്? അങ്ങനെയൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് UDFൻ്റെ നേതാവാണ്. കോൺഗ്രസ് KPCCയുടെ പ്രസിഡന്റാണ് KPCC പ്രസിഡന്റ്. അത് തമ്മിലൊരു ബന്ധമൊന്നുമില്ല. അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് കെ സുധാകരൻ മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല. സതീശൻ മാറുമ്പോൾ കെ സുധാകരൻ മാറണം ഇല്ല. അതാത് രണ്ട് സെപ്പറേറ്റ് ആണ്.